ഭൂമിയിലെ ജീവപരിണാമ ചരിത്രത്തിൽ ഒരു ഘട്ടത്തിൽ പ്രകൃതി ഒരു പ്രധാന തിരഞ്ഞെടുപ്പ് നടത്തി. മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വളർത്തുന്ന രീതിയിൽ നിന്ന് അമ്മയുടെ ശരീരത്തിനുള്ളിൽ തന്നെ കുഞ്ഞു വളരുന്ന രീതിയിലേക്ക് ചില ജീവികൾ മാറി. ഇതൊരു പെട്ടെന്നുള്ള മാറ്റമല്ല, കോടിക്കണക്കിന് വർഷങ്ങളായി ഉണ്ടായ ഇവല്യൂഷണറി പ്രഷറിന്റെ ഫലമായിരുന്നു. ഈ കഥ മനസ്സിലാക്കാൻ ആദ്യം മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വളർത്തുന്ന രീതി മനസ്സിലാക്കണം. ആദ്യകാല റെപ്റ്റൈൽസ് മുട്ടയിട്ടാണ് റീപ്രൊഡക്ഷൻ നടത്തിയിരുന്നത്. ആംനിയോട്ടിക് എഗ് എന്ന വലിയ ഇവല്യൂഷണറി ഇന്നൊവേഷൻ കാരണം കുഞ്ഞ് വെള്ളത്തിനു പുറത്തും സുരക്ഷിതമായി വളരാൻ കഴിഞ്ഞു. മുട്ടയ്ക്ക് ഷെൽ ഉണ്ടായിരുന്നു, ഉള്ളിൽ ന്യൂട്രിയൻസ് ഉണ്ടായിരുന്നു, മെംബ്രെയിൻസ് കുഞ്ഞിനെ സംരക്ഷിച്ചു. ആ കാലത്ത് ഇത് വളരെ വിജയകരമായ ഒരു സ്ട്രാറ്റജിയായിരുന്നു. പക്ഷേ എഗ് ലേയിങ്ങിനും ചില വലിയ ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. മുട്ട പുറത്താണ്, അതിനാൽ എൻവയറമെന്റ് നേരിട്ട് ഇമ്പാക്ട് ചെയ്യും. ടെമ്പറേച്ചർ വളരെ കൂടിയാലും കുറഞ്ഞാലും എംബ്രിയോ നശിക്കും. പ്രെഡറ്റേഴ്സ് മുട്ട കണ്ടെത്തി തിന്നാൻ സാധ്യത കൂടുതലാണ്. ഫ്ലഡ്, ഡ്രോട്ട്, ഫംഗൽ ഇൻഫെക്ഷൻ എന്തും അപകടമാകും. അതിനാൽ റെപ്റ്റൈൽസ് സാധാരണയായി ഒരു തന്ത്രം ഉപയോഗിച്ചു. അവർ വളരെയധികം മുട്ടയിടും, ചിലത് മാത്രം സർവൈവ് ചെയ്യും. ഇത് ക്വാണ്ടിറ്റി സ്ട്രാറ്റജിയാണ്. അതിനുശേഷം എവല്യൂഷൻ മറ്റൊരു വഴിയിലേക്ക് തിരിഞ്ഞു. ചില സനാപ്സിഡ് ആൻസെസ്റ്റേഴ്സിൽ ഒരു ചെറിയ മാറ്റം സംഭവിച്ചു. മുട്ട ശരീരത്തിനുള്ളിൽ കൂടുതൽ സമയം നിലനിൽക്കാൻ തുടങ്ങി. ഇത് ഒവോവിവി പാരിറ്റി പോലുള്ള ഇടനില ഘട്ടങ്ങളിലേക്ക് നയിച്ചു. അതായത് എംബ്രിയോ പാർഷ്യലി ഇൻസൈഡ് ഡെവലപ്പ് ചെയ്യുക. ഈ മാറ്റത്തിന് പിന്നിൽ ശക്തമായ ഇവല്യൂഷണറി പ്രഷർ ഉണ്ടായിരുന്നു. ആദ്യ പ്രഷർ ടെമ്പറേച്ചർ കൺട്രോൾ ആണ്. റെപ്റ്റൈൽ എഗ്സ് ഡെവലപ്പ് ചെയ്യാൻ എക്സ്റ്റേണൽ ഹീറ്റ് വേണം. പക്ഷേ മാമൽസ് പിന്നീട് എൻഡോതേർമിക്കായി അഥവാ സ്വന്തം ബോഡി ഹീറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിവുള്ളവരായി. എംബ്രിയോ അമ്മയുടെ ശരീരത്തിനുള്ളിൽ വളരുമ്പോൾ ടെമ്പറേച്ചർ സ്റ്റേബിൾ ആയിരിക്കും. സഡൻ ക്ലൈമറ്റ് ചേഞ്ച് കുഞ്ഞിനെ ബാധിക്കില്ല. രണ്ടാമത്തെ പ്രഷർ പ്രഡേഷനാണ്. പുറത്തുവെച്ച മുട്ട ഒരു ഈസി ടാർഗറ്റ് ആണ്. പക്ഷേ വയറിനുള്ളിലെ എംബ്രിയോ പ്രെഡറ്റേഴ്സിൽ നിന്ന് ഓൾമോസ്റ്റ് കംപ്ലീറ്റ്ലി പ്രൊട്ടക്റ്റഡ് ആണ്. സർവൈവൽ പ്രോബബിലിറ്റി ഡ്രമാറ്റിക്കായി വർദ്ധിച്ചു. മൂന്നാമത്തെ പ്രഷർ എൻവയറൺമെന്റൽ ഇൻസ്റ്റബിലിറ്റിയാണ്. പെർമിയൻ എക്സ്റ്റിങ്ഷൻ, പിന്നീട് ഉണ്ടായ ക്ലൈമറ്റ് ഷിഫ്റ്റ്സ്, വോൾക്കാനിക് ആക്ടിവിറ്റി, ഇങ്ങനെ ഭൂമിയിൽ കണ്ടീഷൻസ് പലപ്പോഴും അൺപ്രഡിക്റ്റബിൾ ആയിരുന്നു. ഇത്തരത്തിലുള്ള ലോകത്ത് ഇന്റേണൽ ഡെവലപ്മെന്റ് സേഫർ സ്ട്രാറ്റജിയായി. പക്ഷേ ഇന്റേണൽ പ്രഗ്നൻസി ഒരു സിമ്പിൾ അപ്ഗ്രേഡ് അല്ല. അത് വലിയ ബയോളജിക്കൽ കോസ്റ്റ് ഉള്ള ഒരു മാറ്റമാണ്. അമ്മ കൂടുതൽ എനർജി ഇൻവെസ്റ്റ് ചെയ്യണം, കൂടുതൽ ഭക്ഷണം വേണം, മൊബിലിറ്റി കുറയാം. പ്രഗ്നൻസി സമയത്ത് പ്രീഡേറ്റർ അറ്റാക്ക് അപകടകരമാണ്. അപ്പോൾ ചോദ്യം വരും, ഇത്രയും കോസ്റ്റ് ഉണ്ടായിട്ടും ഇത് എങ്ങനെ വിജയിച്ചു? ഉത്തരം ക്വാളിറ്റി വേഴ്സസ് ക്വാണ്ടിറ്റി എന്ന ഇവല്യൂഷണറി ട്രേഡ് ഓഫ് ആണ്. റെപ്റ്റൈൽസ് പല മുട്ടയിടും, ചിലത് സർവൈവ് ചെയ്യും. മാമൽസ് കുറച്ച് കുഞ്ഞുങ്ങൾ മാത്രമുണ്ടാക്കും, പക്ഷേ അവരെ ഹെവലി പ്രൊട്ടക്ട് ചെയ്യും. പ്ലസെന്റ ഇവോൾവ് ചെയ്തപ്പോൾ ഒരു വലിയ അഡ്വാൻറ്റേജ് ലഭിച്ചു. പ്ലസെന്റ വഴി അമ്മയുടെ രക്തത്തിൽ നിന്ന് ഓക്സിജൻ, ന്യൂട്രിയൻസ്, ആന്റിബോഡീസ് കുഞ്ഞിലേക്ക് പോകുന്നു. വേസ്റ്റ് പ്രോഡക്ട്സ് തിരിച്ചു അമ്മയുടെ ശരീരം നീക്കും. ഇത് എംബ്രിയോയ്ക്ക് ഒരു കൺട്രോൾഡ് ലൈഫ് സപ്പോർട്ട് സിസ്റ്റം പോലെയാണ്. അതിന്റെ ഫലമായി കുഞ്ഞ് കൂടുതൽ ഡെവലപ്ഡ് സ്റ്റേജിൽ ജനിക്കും. സർവൈവൽ ചാൻസ് വളരെ കൂടുതലാകും. മറ്റൊരു പ്രധാന പ്രഷർ ബ്രെയിൻ എവല്യൂഷനാണ്. മാമൽസിൽ ബ്രെയിൻ സൈസ് വർദ്ധിച്ചു. ലാർജർ ബ്രെയിൻ ഉള്ള കുഞ്ഞിന് ഡെവലപ്പ് ചെയ്യാൻ കൂടുതൽ സമയം വേണം. എഗ്നുള്ളിൽ ഈ ഡെവലപ്മെന്റ് നടക്കുന്നത് ബുദ്ധിമുട്ടാണ്. ഇന്റേണൽ ജസ്റ്റേഷൻ ഇതിന് പരിഹാരമായി. പിന്നീട് പരന്റൽ കെയർ വലിയ ഫാക്ടറായി. റെപ്റ്റൈൽസ് മുട്ടയിട്ട് പലപ്പോഴും വിട്ടുപോകും. മാമൽസ് കുഞ്ഞുങ്ങളെ ഫീഡ് ചെയ്തു, പ്രൊട്ടക്ട് ചെയ്തു, പഠിപ്പിച്ചു. മിൽക്ക് പ്രൊഡക്ഷൻ എന്ന മെമ്മറി ഗ്ലാൻഡ്സ് എവല്യൂഷൻ ഇവിടെ ഗെയിം ചേഞ്ചർ ആയിരുന്നു. മിൽക്കിന്റെ കോമ്പസിഷൻ ശ്രദ്ധേയമാണ്. ഫാറ്റ്, പ്രോട്ടീൻ, ഷുഗർ, അമ്യൂൺ മോളിക്യൂൾസ് ഇവയെല്ലാം കുഞ്ഞിന്റെ സർവൈവൽ മാക്സിമൈസ് ചെയ്യാൻ ഡിസൈൻ ചെയ്തതുപോലെയായിരുന്നു. പ്രത്യേകിച്ച് ആന്റിബോഡീസ് ന്യൂബോണിനു ഏർലി ഇമ്മ്യൂണിറ്റി നൽകുന്നു. ഇത് ഇവല്യൂഷണറി സക്സസ് ഡ്രമാറ്റിക്കലി കൂട്ടി. മറ്റൊരു സട്ടൽ പ്രഷർ ഡിസീസ് റെസിസ്റ്റൻസ് ആണ്. എംബ്രിയോ അമ്മയുടെ ഇമ്മ്യൂൺ സിസ്റ്റമിന്റെ ഭാഗിക സംരക്ഷണം ലഭിക്കുന്നു. കൂടാതെ മാറ്റേണൽ ആന്റിബോഡീസ് പാസ് ചെയ്യപ്പെടുന്നു. പുറത്തുള്ള എഗ്സിൽ ഇത് ഇല്ല. സോഷ്യൽ ബിഹേവിയർ പോലും പിന്നീട് ഒരു അഡ്വാൻറ്റേജ് ആയി. പല മാമൽസ് കുഞ്ഞുങ്ങളെ കൂട്ടമായി സംരക്ഷിക്കുന്നു. ലേണിംഗ് പീരിയഡ് നീളുന്നു. ഇന്റലിജൻസ് വർദ്ധിക്കുന്നു. ഇതോടെ മാമൽസ് സ്ലോ റീപ്രൊഡക്ഷൻ സ്ട്രാറ്റജി സ്വീകരിച്ചു. പക്ഷേ ലോങ് ടേം സർവൈവലിൽ അവർ വളരെ വിജയകരമായി. എന്നാൽ ഒരു പ്രധാന കാര്യം മനസ്സിലാക്കണം. എവല്യൂഷൻ ഒരിക്കലും എഗ് ലേയിങ് തെറ്റാണ്, ലൈവ് ബർത്ത് ശരിയാണ് എന്ന് തീരുമാനിച്ചിട്ടില്ല. ഇന്നും ബേർഡ്സ്, റെപ്റ്റൈൽസ് വളരെ വിജയകരമായി നിലനിൽക്കുന്നു. മറിച്ച് വ്യത്യസ്ത എൻവയറമെന്റ്സ് വ്യത്യസ്ത സ്ട്രാറ്റജീസ് ഫേവർ ചെയ്യുന്നു. മോണോട്രീംസ് പോലുള്ള ചില മാമൽസ് ഇന്നും മുട്ടയിടുന്നു. പ്ലാറ്റപ്പസ് അതിന്റെ ഉദാഹരണമാണ്. ഇത് കാണിക്കുന്നത് എവല്യൂഷൻ ഗ്രാജുവൽ ആണ്, കൂടാതെ പല ട്രാൻസിഷണൽ സ്ട്രാറ്റജീസ് കോഎക്സിസ്റ്റ് ചെയ്യാം. മാസൂപ്പിയൽസ് മറ്റൊരു ഇടനില സ്ട്രാറ്റജി കാണിക്കുന്നു. അവർ വളരെ അണ്ടർഡെവലപ്ഡ് കുഞ്ഞിനെ ജനിപ്പിക്കും, പിന്നീട് പൗച്ചിൽ വളരും. പ്ലസെന്റൽ മാമൽസ് ആണ് ഇന്റേണൽ ഡെവലപ്മെന്റ് ഏറ്റവും മുന്നോട്ട് കൊണ്ടുപോയത്. ഈ മുഴുവൻ കഥയുടെ കേന്ദ്രത്തിൽ ഒരു ഇവല്യൂഷണറി പ്രിൻസിപ്പൽ ഉണ്ട്. ജീവികൾ എല്ലായ്പ്പോഴും റിസ്ക് കുറയ്ക്കാനും ഓഫ്സ്പ്രിംഗ് സർവൈവൽ വർദ്ധിപ്പിക്കാനും ശ്രമിക്കുന്നു. എക്സ്റ്റേണൽ എഗ് ഹൈ റിസ്ക് ഹൈ നമ്പർ സ്ട്രാറ്റജിയാണ്.
ഇന്റേണൽ ജസ്റ്റേഷൻ ലോ നമ്പർ ഹൈ സർവൈവൽ സ്ട്രാറ്റജിയാണ്. അൺസ്റ്റേബിൾ എൻവയറമെന്റ്സ്, പ്രിഡേഷൻ പ്രഷർ, ക്ലൈമറ്റ് വേരിയബിലിറ്റി, ബ്രെയിൻ എക്സ്പാൻഷൻ, പരന്റൽ കെയർ ഇവ എല്ലാം ചേർന്ന് മാമൽസിന്റെ വഴിയെ ശക്തമാക്കി. ഇന്ന് ഒരു മനുഷ്യ അമ്മ കുഞ്ഞിനെ വയറ്റിൽ വളർത്തുമ്പോൾ അത് വെറും ബയോളജിക്കൽ പ്രോസസ് അല്ല. അത് കോടിക്കണക്കിന് വർഷങ്ങളായ ഇവല്യൂഷണറി എക്സ്പെരിമെന്റേഷനിന്റെ ഫലമാണ്. നമ്മുടെ ഹാർട്ട് ബീറ്റ്, വാം ബ്ലഡ്, പ്ലസെന്റ, മിൽക്ക് ഇവ എല്ലാം ഒരു ദീർഘ സർവൈവൽ കഥയുടെ ഭാഗങ്ങളാണ്. ഈ കഥ നമ്മെ ഒരു വലിയ സത്യത്തിലേക്ക് നയിക്കുന്നു. എവല്യൂഷൻ പെർഫെക്ഷൻ ലക്ഷ്യമിടുന്നില്ല, സർവൈവൽ ആണ് ലക്ഷ്യം. ഏത് സ്ട്രാറ്റജി കൂടുതൽ കുഞ്ഞുങ്ങളെ സുരക്ഷിതമായി അടുത്ത തലമുറയിലേക്ക് എത്തിക്കുമോ അതാണ് തുടരുന്നത്. മുട്ടയിടുന്ന ജീവികളും വിജയിച്ചു. പക്ഷേ മാറുന്ന ലോകത്ത് കൂടുതൽ പ്രൊട്ടക്ഷൻ നൽകുന്ന റീപ്രൊഡക്ഷൻ സ്ട്രാറ്റജി ചില ലിനിയേജസിൽ മാമൽസ് ആയി വിരിഞ്ഞു. അതിനാലാണ് ഇന്ന് ഭൂമിയിലെ ഏറ്റവും കോംപ്ലക്സ് ജീവികളിൽ പലതും മാമൽസ് ആയത്. ഇത് പ്രകൃതിയുടെ ഒരു തീരുമാനമല്ല. ഇത് അനവധി തലമുറകളിലൂടെ നടന്ന ചെറിയ വിജയങ്ങളുടെ ഒരു കൂട്ടായ ഫലമാണ്.